ഹായ്, ഞാൻ കവരാജ് അഗൈൻ. എൻ്റെ വിയറ്റ്നാം സന്ദർശനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ കണ്ടത് ഹലോങ് ബേയിലെ കാഴ്ചകളായിരുന്നു. ഇന്നലെ വൈകിട്ടത്തെ ഫ്ലൈറ്റിൽ ഞങ്ങൾ തിരിച്ച് ഡാനാങ് എന്ന സ്ഥലത്ത്, വിയറ്റ്നാമിൽ ഡാനാങ് എന്ന സ്ഥലത്തെത്തി. രാത്രി വളരെ താമസിച്ചാണ് എത്തിയത്. ഏകദേശം 11 മണിയോടുകൂടിയാണ് എത്തിയത്. ഈ ഹോട്ടലിൽ ഞങ്ങൾ താമസിക്കുകയാണ്. ന്യൂ ഓറിയൻറ്റ് ഹോട്ടലിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. രാവിലെ എഴുന്നേറ്റ് പ്രഭാത ഭക്ഷണങ്ങൾക്കുള്ള എല്ലാ ഒരുക്കങ്ങളാണ്. ഇന്ന് പ്രത്യേകമായിട്ട് വളരെ ലോകപ്രസിദ്ധമായ 1-2 സ്ഥലങ്ങൾ പ്രസിദ്ധി നോക്കുന്നുണ്ട്. അതിൻ്റെ വിശദങ്ങൾ വഴിയെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞങ്ങൾക്കൊരു കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ആ ഹോളിലേക്കാണ് ഞാൻ നിങ്ങളുടെ സ്വല്പസമയത്തേക്ക് ഇന്ന് ക്ഷണിക്കുന്നത്. മറ്റൊന്നുമില്ല, ഞാനിങ്ങനെ കണ്ട് ക്യാമറയിൽ പകർത്തിക്കൊണ്ട് നടന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്. അതിനോട് ചേർന്ന് ഒരു വെളിപ്പെട്ടിട്ട സ്വല്പ സ്ഥലമുണ്ടായിരുന്നു. അവിടെ ഞാൻ ചെന്നു എടുക്കാവുന്ന പിക്ചറുകളും വളരെ താല്പര്യമുള്ള പിക്ചറുകളൊക്കെ എടുത്തോണ്ടേയിരുന്നു. ഈ റെസ്റ്റോറൻറ്റിന് ഒരു പ്രത്യേകതയുള്ളത്, ഇത് ലോകപ്രസിദ്ധമായ മേക്കോങ് നദീതീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മേക്കോങ് നദീതീരത്തെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇത് 5 രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരേ ഒരു നദിയാണ്. മ്യാൻമാറിൽ ഉത്ഭവിച്ച് ലോസ്, തായ്ലൻഡ്, വിയറ്റ്നാം, കംബോഡിയ എന്നീ രാജ്യങ്ങളുടെ സഞ്ചരിച്ചാണ് ഇത് കടലിൽ തീരുന്നത്. ഈ നദീതീരത്തായിരുന്നു ഈ ഹോട്ടൽ. റെസ്റ്റോറൻറ്റിൽ കണ്ട ഒരു ഗ്ലാസ് പാത്രത്തിലോട്ട് സഞ്ചരിക്കുന്നു. പട്ടണത്തിൻ്റെ ഒരു വ്യൂ. താങ്മാങ് എന്ന പട്ടണത്തിൻ്റെ വ്യൂ. ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്നും എടുത്ത വ്യൂ ആണത്. ഞങ്ങൾ വെളി വന്ന് ഇന്നത്തെ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ എടുക്കുകയാണ്. ഞങ്ങളുടെ ഇന്നത്തെ പ്രോഗ്രാമിൽ പ്രധാനപ്പെട്ടത് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ഡാനാങ് എന്ന സ്ഥലത്ത് നിന്നും ബാന ഹിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ ട്രാൻസ്പോർട്ടിൽ പോവുകയും അവിടെ തന്നെ സൺവേൾഡ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ആ ഏരിയയെ കുറിച്ച് ഞങ്ങൾക്ക് വരുന്ന വഴിക്ക് എല്ലാം പറഞ്ഞു തരാം. അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്, ഈ സൺവേൾഡിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത് മെയിനായിട്ട് കേബിൾ കൊണ്ട് 3 മലകളെ തമ്മിൽ യോജിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ പല ഭാഗങ്ങളായി തിരിച്ച് പല കാഴ്ചകൾ നമുക്ക് കാണാം. അതായത് ഗോൾഡൻ ബ്രിഡ്ജ്, ലോകപ്രസിദ്ധമാണ് ഗോൾഡൻ ബ്രിഡ്ജ്. വഴിയെ ഞാനത് കാണിച്ചു തരാം. പിന്നെ ഒരു ഫാൻറ്റസി പാർക്കുണ്ട്. അതിനുശേഷം ഫ്രഞ്ച് വില്ലേജ് എന്ന പ്രത്യേക സ്ഥലമുണ്ട്. ഇതെല്ലാം സന്ദർശിക്കണം. അവിടെ കാർണിവൽ നടക്കുന്നുണ്ട്, അവിടെ ഒന്ന് കയറി സന്ദർശിക്കണം. ഇതൊക്കെയാണ് ഞങ്ങളുടെ പൊതുവായിട്ടുള്ള പരിപാടി. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെല്ലാം കൂടി ഒറ്റ എൻട്രി ടിക്കറ്റേ കിട്ടുക. ആ ഒറ്റ എൻട്രി ടിക്കറ്റ് കൊണ്ട് വേണം നമുക്ക് പല സ്ഥലങ്ങളിൽ പോയി പലതും കാണാൻ. ഈ സ്ഥലങ്ങളെ തമ്മിൽ, അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നത് കേബിൾ കാർ വഴിയാണ്. അത് ഒരിടത്തുനിന്ന് മറ്റിടത്തേക്ക് കേബിൾ കാറുണ്ട്. അത് നമ്മൾ സ്റ്റാർട്ടിങ് അകത്ത് ഗേറ്റ് കഴിഞ്ഞ് മെയിൻ ഗേറ്റ് എൻട്രൻസ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഗൈഡ് നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരും. ഈ ഓരോരോ കേബിൾ കയറേണ്ടതും ഓരോരോ സ്ഥലത്ത് പോകേണ്ടതും ഓരോരോ സ്ഥലത്തിൻ്റെ പ്രത്യേകതകളും മറ്റു കാര്യങ്ങളും ആ ഗൈഡ് തന്നെ നമുക്ക് പറഞ്ഞു തരും. ഞങ്ങളിപ്പോൾ ഹോട്ടലിൽ നിന്നും യാത്ര തിരിച്ച് ബസ്സിൽ യാത്രയാണ്. അതാണ് ഇപ്പോൾ കണ്ടത്. ഈ നാബായിലേക്ക് പോകുന്ന വഴിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത നമ്മുടെ യാത്രയിൽ ഇന്നുണ്ടായത്, ഇന്നലെ വരെ ബെന്നി ടൂറിസ്റ്റാണ് ഞങ്ങളെ കോർഡിനേറ്റ് ചെയ്ത് ഒന്നിച്ച് ഞങ്ങളെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ബെന്നി ടൂറിസ്റ്റുമാണ് ഞാൻ എൻ്റെ ആൾമോസ്റ്റ് എല്ലാ യാത്രയും ചെയ്യുന്നത്. അതിൻ്റെ ഒരാൾ ബെന്നിയെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ഡെൻസിലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഒരു പ്രായമായവരെ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്ത് ആ ഗുഹയിൽ കൂടെ കൊണ്ടുവരുന്നത്. അദ്ദേഹം ഇന്ന് തിരിച്ച് നാട്ടിലേക്ക് പോവുകയും ഈ റോയൽ ക്രൂസിൻ്റെ MD മിസ്റ്റർ ബെന്നി തന്നെ ഈ ഗൈഡ് സ്ഥാനം ഏറ്റെടുക്കുകയും ഞങ്ങളുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുകയും ചെയ്തു. ഈ വണ്ടിയിൽ ഈ വാഹനത്തോടൊപ്പം തന്നെ അദ്ദേഹം കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നു. ഞങ്ങളൊരു ഏകദേശം 8 മണിക്ക് ശേഷം 8:30 കൂടി തന്നെ ഹോട്ടലിൽ നിന്നും ട്രാൻസ്പോർട്ടിൽ അങ്ങോട്ടുള്ള യാത്ര ആരംഭിച്ചു. 9:30 കൂടിയാണ് ഞങ്ങളവിടെ എത്തിച്ചേർന്നത്. എങ്കിലും 10 മണിക്ക് ഞങ്ങൾക്ക് അകത്ത് കയറാൻ സാധിക്കത്തുള്ളൂ എന്നായിരുന്നു അവർ അറിയിച്ചിരുന്നത്. ഈ യാത്രാമധ്യയുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്.
ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക്, അതായത് ഇതിന്റെ സ്ട്രക്ചറെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഭൂപ്രകൃതിയെക്കുറിച്ച് കാണുമ്പോഴും പറയുമ്പോഴും എനിക്ക് പ്രധാനമായിട്ട് തോന്നുന്നത് നമ്മുടെ കേരളമൊക്കെ ആയിട്ട് വളരെ സാമ്യമുള്ള ഭൂപ്രകൃതി കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. പിന്നെ മറ്റൊരു കാര്യം, ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് തിരിച്ചറിയണമെങ്കിൽ അതിന്റെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണമെന്ന് നമ്മുടെ രാഷ്ട്രപിതാവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മുടെ യാത്രയിലുടനീളം നമ്മൾ കാണുന്നത്. ഏത് രാജ്യത്ത് പോയാലും നമ്മൾ ആ ഗ്രാമപ്രദേശങ്ങൾ സന്ദർശിച്ചെങ്കിൽ മാത്രമേ ആ രാജ്യം എന്തെന്നും എത്രത്തോളം പുരോഗതിപ്പെട്ടിട്ടുണ്ടെന്നും നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. ഈ കാണുന്ന കാഴ്ചകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല, നമ്മുടെ കേരളത്തെ പോലെ തോന്നിക്കത്തക്ക രീതിയിലുള്ള ഭൂപ്രകൃതിയാണ് ഇവിടെ. പക്ഷേ ഡെവലപ്മെന്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. വിയറ്റ്നാം എന്ന് കേട്ടപ്പോൾ ഞാൻ ആദ്യം ഒരു അൺഡെവലപ്ഡ് കൺട്രി ആയിട്ടാണ്, അതായത് പുരോഗമിച്ചിട്ടില്ലാത്തൊരു കൺട്രി ആയിരിക്കും, ഒരു വാറൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ അമേരിക്കയായിട്ട്. അപ്പോൾ തകർന്നടിഞ്ഞ പലതും കാണും ഇവിടെ എന്നൊക്കെയുള്ള ഒരു മനസ്സിൽ കണക്കൂട്ടലൊക്കെ ആയിരുന്നു. പക്ഷേ ഈ നാട് സന്ദർശിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഫാർ ബെറ്റർ ദാൻ കേരള എന്ന് പറയേണ്ടി വരും. കാരണം ആ ഇൻഫ്രാസ്ട്രക്ചർ, അവർക്ക് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് പ്രധാനപ്പെട്ട ആവശ്യം റോഡാണല്ലോ. ആ റോഡ് ഇവർ സൂക്ഷിച്ചിരിക്കുന്ന രീതികൾ പ്രശംസനീയം തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞ സൺവേൾഡ് പാർക്കിൽ നമ്മളെത്തി. അവിടെ നമ്മുടെ ടിക്കറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. 10 മണിക്ക് നമുക്ക് കയറാൻ പറ്റുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. അതനുസരിച്ചുള്ള ട്രാവലിംഗ് ആണ്. അതിൻ്റെ മെയിൻ ഗേറ്റാണ് ആ കാണുന്നത്. സൺവേൾഡിൻ്റെ മെയിൻ ഗേറ്റാണ് ഈ കാണുന്നത്. ബനാ ഹിൽസിലെ സൺ വേൾഡ്. ഈ വിസിറ്റേഴ്സിനെ, ടൂറിസ്റ്റിനെ സ്വീകരിക്കാൻ വേണ്ടി ഈ രാജ്യം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞാൽ മതിയാകത്തുള്ളൂ. അവർ കൊടുത്തിരിക്കുന്ന സൗകര്യങ്ങൾ ഓരോ യാത്രക്കാരനും, എത്ര ആയിരക്കണക്കിന് യാത്രക്കാരെത്തിയാലും അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ എത്തിയാലും അവരെ എല്ലാം അക്കോമഡേറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് അവരവിടെ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 1000-ഓ 10,000-ഓ ആൾക്കാർ വന്നാലൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിലുള്ള എല്ലാ ആവശ്യാനുസരണമുള്ള എല്ലാ കാര്യങ്ങളും അവിടെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ യാത്ര നടത്തിയത് 2022 നവംബർ 24-ാം തീയതിയാണ്. 24-ാം തീയതി 25-ാം തീയതിയാണ് ഈ കാഴ്ചകൾ കാണിക്കുന്നത്. അതായത് നവംബർ 25, 2022. ക്രിസ്മസിനോട് അടുത്ത് വരുന്നതുകൊണ്ട്, ന്യൂ ഇയർ അടുത്ത് വരുന്നതുകൊണ്ടും അതുകൊണ്ട് പല കാര്യങ്ങളും അതിനോടനുബന്ധിച്ച് ഇവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ബെന്നി, ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൻ്റെ ലീഡർ, മാനേജർ, പുള്ളിക്കാരനാണ് ഈ കാര്യങ്ങൾക്ക് എല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഈ സ്ഥലത്തെക്കുറിച്ചും ഇതിൻ്റെ രീതികളെക്കുറിച്ചും, നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഗൈഡ് പറഞ്ഞു തരുമെങ്കിലും അതോടൊപ്പം തന്നെ ഇദ്ദേഹവും വളരെ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. ഞാനിത് റെക്കോർഡ് ചെയ്തെങ്കിലും ഇതിൻ്റെ വോയിസിനകത്ത് ചില മിസ്റ്റേക്കുകൾ സംഭവിച്ചു. എനിക്ക് തൃപ്തികരമായിട്ട് തോന്നിയില്ല, വോയിസിനെങ്കിലും എത്തിക്കണമെന്ന് തോന്നിയില്ല അത് കേട്ട് കഴിഞ്ഞപ്പോൾ. അതുകൊണ്ടാണ് ഞാനത് ഡിലീറ്റ് ചെയ്തതും ഇങ്ങനെ ചെറിയ ഒരു വിവരണത്തിലൂടെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്മസ് പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ടായിരുന്നു ലൈവായിട്ട്. നമുക്ക് തികച്ചും അത്ഭുതം തോന്നുന്ന കാര്യങ്ങളാണ് ഇവിടെ ഈ വിനോദസഞ്ചാരികൾക്ക് വേണ്ടി ഗവൺമെന്റ് വെച്ചിരിക്കുന്ന സൗകര്യങ്ങൾ. ഈ രാജ്യത്തിന്റെ പ്രധാന വരുമാന മാർഗം തന്നെ ഈ ടൂറിസമാണ്. അതിനെ ഒരു 100% ഇംപ്രൂവ് ചെയ്തുകൊണ്ട്, 100% സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു യാത്രക്കാരനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്നുള്ള ധാരണയിലാണ് അവർ എന്നുള്ള വിശ്വാസത്തിലാണ് അവർ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്.